ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അവന്റെ കൂടെ എന്നുള്ളത് അതെന്താ നാടോ അവളിങ്ങനൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വിചാരിക്കാൻ വേണ്ട, കുറച്ച് കഴിയുന്തോറും മനസ്സിലാവും. അപ്പൊ മുന്നിൽ നമ്മളുടെ സ്വന്തം ഹസ്ബൻഡ്മാരുണ്ട്. ഹലോ പറയേ. HR ആണ്, HR. കിട്ടിയില്ലേ? മൂടിട്ട് വെച്ചിട്ട് പല പൈസത്തൊക്കെ കുടിച്ച് തീർന്ന പൈസ. അങ്ങനെ നമ്മൾ അച്ഛൻ്റെ വീട്ടിലൊക്കെ എത്തിയിട്ടാണ്. അവിടെ നമുക്കൊരു ഗ്ലാസ് വെള്ളമൊക്കെ വെള്ളം കിട്ടി. പക്ഷെ പെട്ടെന്ന് ആർത്തോട് കൂടെ നമ്മൾ കുടിച്ചിട്ട് അച്ഛൻ്റെ വീട്ടിലെ പിള്ളേരാണ് കാണിച്ചിട്ടില്ല. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ വന്നിരിക്കുന്ന അർജുന്റെ വീട്ടിൽ നല്ല വൈക്കച്ചക്ക ഇട്ടിരിക്കുന്ന നല്ല നല്ല മഴയുണ്ട്. ഇവിടുത്തെ തോന്നുന്ന ചക്ക മരത്തിൽ വന്ന ചക്ക പറിച്ചതാണെന്ന് തോന്നുന്നു. പോപ്പുലേഷൻ കുറവുണ്ട്, കളറൊന്നുമില്ല, പക്ഷെ മഴ മഴയുള്ളൂ. നല്ല ടേസ്റ്റ് ഉണ്ട്. സെൽഫി ഇങ്ങനെ ഇത് പറഞ്ഞോ, അത് ശരിയാവും. ഓക്കെ, ചക്കര കുരു മാത്രമായില്ല ഗൈസ്. ഞങ്ങൾ തിന്നത് കുറവായതുകൊണ്ട് തന്നെ ഇവിടെ കുരു വളരെ കുറവാണ്. കുറച്ച് മാത്രമേ തിന്നിട്ടുള്ളൂ. എന്നാലും അടിപൊളി ചക്കഞ്ഞ ഒരു വരുന്നവരെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കിട്ടുന്ന പ്രതീക്ഷിക്കാം. അങ്ങനെ ഗൈസ്, നമ്മളൊന്ന് 2 ഫോട്ടോസ് എടുക്കാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ നല്ല ഒരുങ്ങാൻ വേണ്ടി പോവാണിതാ. ഒരാളോട് നല്ല കുറച്ച് പൗഡറിന്റെ പൗഡർ ആട്ടോ എടുക്കുന്നത്. കുറച്ച് പൗഡറൊക്കെ എടുത്തിട്ടുണ്ട്. നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടച്ചപ്പ് ചെയ്യാണ് ഗൈസ്. അതും അജുവിന്റെ റൂമിൽ നിന്ന്. അജില്ലാത്ത സമയം നോക്കി ഞങ്ങൾ റൂമിൽ കയറി ടച്ചപ്പ് ചെയ്യാണ്. ഇവിടുന്ന് വല്ലതും കിട്ടുമോ നോക്കട്ടെ. നല്ല ഇറക്കാണ്, ഫുള്ള് മേക്കപ്പാണ്. ഇതൊന്ന് കൈ കളഞ്ഞ നാച്ചുറൽ ബ്യൂട്ടി പുറത്തേക്ക് വരും. നമ്മൾ അജുവിന്റെ താത്തനെ കുട്ടിയെ പരിചയപ്പെടാം. പേര് പറഞ്ഞോ? ഇനായ മറിയം എന്നാണ്. അതല്ല, സുന്ദരി കുട്ടിയാണ്. സുന്ദരി കുട്ടി അല്ലേ? ഹായ് പറയും. ഹായ്. കണ്ടോ ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് മൂത്തച്ഛൻ്റെ ഒപ്പം. ഇതാണ് ഞങ്ങൾക്കൊക്കെ ഉള്ള ഒരു മൂത്തച്ഛ, ആകെയുള്ള മൂത്തച്ഛന്റെ കാട്ടായം കണ്ട. ഇത് കണ്ടിട്ടല്ലേ ഞങ്ങൾ പഠിക്കൂ. 1 മണിക്കൂറായി ഞങ്ങളെ വിട്ടു പോയി. ഇവിടെ ഇപ്പോഴാണ് വരുന്നത് ഗൈസ്. ഞങ്ങൾ ഇവിടെ അത്ര നേരം ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. നമ്മള് ആനപ്പാറയിലേക്ക് പോവാണ്. ആനമലയിലോട്ട് പോവാണ്. ആനക്കാമ്പോയിൽ പോവാണ് ഗൈസ്. അതിഥികൾ കൂടി ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. സെൽഫ് ഇൻട്രൊഡക്ഷൻ നടത്തും. ഇന്നസെന്റ് ആണ്, പാവാണ്. ആ പാവത്തിന്റെ പാവം കൊച്ച് തീ തുപ്പുന്ന ഭാര്യയും ഭർത്താവും. മൂത്തച്ഛി ഫസ്റ്റ് തൊട്ടേ കൂട്ടത്തിലെ പ്രായം കൂടിയതല്ല. ഇത് നമ്മളെ HR ആണ് ഗൈസ്. ചാമ്പൽ വിദഗ്ധൻ HR. ഇത് HR വൈഫാണ് ഗൈസ്. കൊടും ചാമ്പത്തി. ഞാൻ പാവം. ഹലോ ഗൈസ്, നമ്മള് വീട്ടിലേക്ക് 2 ആഴ്ച നിക്കാൻ പോയ പെൺകുട്ടിനെ നമ്മൾ അവിടുന്ന് പിടിച്ചോണ്ടടിച്ച് പോകുന്നതാണ്. കുട്ടി ഇപ്പൊ കരയും. അങ്ങനെ കരയണ്ട നീ. അയ്യോ, കുട്ടി ചൂടായി. ഷോ हमारा बड़ी अम्मी को दिखाओ. എനിക്കറിയില്ല. ആന്റി, ബഡി ആന്റി. എവിടക്കാ പോകുന്നെന്ന് അറിയില്ല. അങ്ങനത്തെ 2 ഡ്രൈവേഴ്സാണ് മുന്നിൽ ഇരിക്കുന്നത്. ഇവിടെ ഇതിന്റെ മോള് കയറിയാലോ? എവിടെ പോണോന്നാണ് ഡിസൈഡ് ആവുന്നത്. ഇവിടെ ഉള്ള മറ്റേ കുന്നുണ്ടല്ലോ, കാറിന്റെ മേലക്കാണോ കേറണ്ടെന്ന് ഒരാളെ മുകളിൽ കയറിയാലോ വെച്ച് പേര് പറയട്ടെ.
അങ്ങനെ എത്തിച്ചു തന്നിരിക്കും. എവിടുക്കാന്നറിയോ അതിന് എത്തിക്കാൻ? കണ്ണുപൂട്ടി ഡ്രൈവ് ചെയ്യൂ. കണ്ണു പൂട്ടിട്ട് ഇപ്പൊ മനുഷ്യന്മാർക്ക് ഡ്രൈവ് ചെയ്യാൻ കഴിയോ? എന്താണ് ഡ്രൈവറായിട്ട് നിങ്ങള് കന്നടക്കാരൊക്കെ അങ്ങനെ കണ്ണുകൂട്ടിയുടെ വണ്ടി ഓടിക്കാ? ഞാൻ കണ്ണടിയല്ല. ഞാൻ കണ്ണടിയാണ്. കന്നഡിയല്ലേ? ആണല്ലോ. കണ്ണടകിയാണ്. കന്നഡക്കിയോ? കണ്ണടിയല്ല, കണ്ണടകി. നമുക്ക് അറിയില്ലല്ലോ, നമ്മള് മലയാളികൾ. പാവം മലയാളികൾ. അതെ, പകുതി ബംഗാളി. പകുതി ഫുൾ ബംഗാളി. എനിക്കറിയൂലല്ലോ, നിങ്ങൾക്കല്ല ഫുൾ ബംഗാളി. ഇതാണ് മോളൂസ്. കണ്ട, മോനൂസിന്റെ മോളൂസ്. ആ മോളൂസ്. ഈ മൂത്തച്ഛയാണ് മോളൂസ്. പേര് മാറ്റം. മോളൂസ് നാക്കാൻ പോവാണ്. മോനൂസിന്റെ എന്ത് പാട്ടിന്റെ മറ്റേ കരോക്ക ഏത് പാട്ടിന്റെ? അറബി പാട്ടിന്റെ. നല്ല അറബി പാട്ട് പാടാൻ പോവാണ്. അറബി പാട്ട് ഞാൻ പാടുന്നു. അപ്പൊ അറിയുന്ന പാട്ടടി. ആ അവിടെ പണിയാടാ. ആ റോഡില്ല. തിരിച്ചാണ് അടുത്ത ജംഗ്ഷനിൽ ലെഫ്റ്റ് എടുത്ത്. ആര് പറഞ്ഞു നിങ്ങളെ കാത്തു എന്നോടൊപ്പം തിരിക്കുന്ന ആൾക്കാർക്കാണ് ആദ്യം പാടുപാട്. അവൻ അങ്കിലൊക്കെ പാടി തെളിഞ്ഞി പാട്ടാണ്. ഓനെന്നല്ലേ ആദ്യത്തെ രണ്ടുപേര് പാടും പാടാറ്. ബാക്കി നിങ്ങൾ പാടും. നല്ലത് മാത്രം അമ്മ പറഞ്ഞ കേൾക്കാം, നല്ലത് മാത്രം. നമ്മളെ അമ്മ പറഞ്ഞത് കേൾക്കും, അതുകൊണ്ടാണ് ആ ലിറിക്സ് ഓർമ്മയുള്ള. ഞാനാണ് നിങ്ങളെ കാത്തു, ആര് പറഞ്ഞു മ്യാവൂ, ഞാനാണ് നിങ്ങളെ കാത്തു, എന്നോട് കൂടാൻ ആർക്കാനാക്കാൻ ഇഷ്ടം. യൂട്യൂബിൽ ഇതൊക്കെ എടുത്ത് എന്നെ ബ്ലോക്ക് ആക്കി ഇടണ്ട. ലിറിക്സിൽ ബാഡ്. ഗൈസ്, ഞങ്ങളുടെ വണ്ടി ഓടുന്നത് തള്ളുകാരനാണ്. പെട്രോള് ഞങ്ങൾ ഇട്ടിട്ടില്ല, ഫുള്ള് തള്ളാണ്. അപ്പൊ ഡീസൽ ഞങ്ങൾ ഇട്ടിട്ടില്ല. തള്ളു തള്ള്. 1 2 സത്യത്തിൽ കുടിച്ച് 3 കുടിച്ചെന്ന് പറഞ്ഞ 4. ഒരേ ഒരു വ്യക്തി ഞാൻ മാത്രം പാവം. അതെ, നോ തള്ള്. ഗൈസ്, ഞങ്ങൾ വിചാരിച്ച പോലെ മഴ ഏകദേശം പെയ്തോണ്ടില്ല. വീഡിയോ പാട്ടെടുത്തോ. പോയാല് വല്ലതും കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ടൈം നോക്കിക്കോളി. അങ്ങനെ കാണിച്ചു. ഐഫോണിൽ കാണിക്കാം. 28 ചെക്കന്മാര് പ്ലേറ്റ് എടുത്ത് നിക്കണ്ട. എന്താ സംഭവം അവിടെ? അത് അങ്ങനെ ഞങ്ങൾ ഗൈസ് എവിടെ എത്തിയിരിക്കുന്നു? ഉറുമിയ. ആ, ഏതോ ഒരു ഉറുമിലേക്ക് എത്തിയിരിക്കുന്നു. ഏത് ഫിലിം? പ്രത്യേകിച്ച് നിൽക്കുന്ന വീടോ? എന്നെ പറ്റിക്കെറ്റവര്. ഉറുമിയാണ് സ്ഥലം. ഇവിടെ
ഉറുമിയാണല്ലോ നമുക്കത് വിശ്വസിക്കാം. ആ നമ്മൾ ആനമല അല്ല സോറി ഉറുമിമല കേറിക്കൊണ്ടിരിക്കുകയാണ്. ആണ് ആണ് ഉറുമിമലയിലെ കാഴ്ചകൾ കണ്ടോളൂ. നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ്. കാറിൽ വരുന്നതിനായിട്ട് ഗൈസ് അവിടെ മഴ മൂടി കിടക്കുന്നുണ്ടല്ലോ. ആന്നേ ആ എന്റെ പൈസ ഇല്ല. നിന്റെ പൈസ മുന്നിലിരിക്കും. അല്ല ആ ബാങ്ക് ബാലൻസ് ഒക്കെ എന്റെ അടുത്തുണ്ട്. അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു ഗൈസ്. നമുക്ക് മയത്ത് നടക്കാം, നല്ല രസാണ്. എന്നാ ഈ എന്റെ ഷൂ ഇട്ടോ, എന്നാ ചെരുപ്പില്ലാതെ നടക്കാം. നിന്റെ ഷൂ നാളെ നടന്നാ മതി, നല്ല രസം. അട്ട കയറും. പണ്ട് ഗാന്ധിജി നടന്ന ചെരുപ്പില്ല. ഗാന്ധിജി മെതിയടി ഇട്ടിട്ടേന് നടക്കല്ലോ കേട്ടോ ഓളെ. അത് എന്താ ചെരുപ്പല്ലേ? ഒരു ചെരുപ്പാണ്. ഈ ചെരുപ്പല്ലല്ലോ. പറയാനൊന്നുമില്ല. ഇനി പറയാനുള്ള പറയും. പറയുന്നില്ല. ഇത് എല്ലാരും ചെലക്കരട്ടോ. അവിടുന്ന് പറഞ്ഞു സപ്പോർട്ട് ചെയ്ത് അവള് പറയാ. അത് കുടുങ്ങിയിട്ടുണ്ടാവും. നമുക്ക് എന്തായാലും കേട്ട് നോക്കാം. സ്വകാര്യാണ് ഇത്. പോവാൻ പാടില്ലെന്നോ? എന്താണിത്? ഉറുമി 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 ഉറുമിയല്ലടി ഉറുമി. മനസ്സിലായടോ? കണ്ട കൈക്ക് വൃത്തിയാക്കിയ ഷൂ ആണ് ഗൈസ്. ഞങ്ങൾ ഷൂ ഒരു അധ്വാനിക്കും. അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും. അങ്ങനെ ഗൈസ് മഴയുണ്ട്. കാര്യായിട്ട് ഞാനാണ് ഗൈസ്, അതെന്നെ പറയണേ. അതൊന്നും കുറച്ചുകൂടെ കാണാൻ കഴിയും. വണ്ടി മാറിക്കൊടു. ഞാനൊരു ചെറിയ ബ്ലോഗറായോണ്ട് എന്നെ ആരും അറിയില്ല. സ്ഥലല്ലേ അല്ലേ ഇതുപോലെ വണ്ടി വെക്കലുണ്ട്. ഇറങ്ങായില്ലല്ലോ. അല്ല ഇറങ്ങായിണ്ടേ ഇവിടെ. ഇവിടെ അല്ലേ നാളെ ഒരുത്തം മരിച്ചേ. ഞാൻ ചായ നോക്കിയിട്ട് വേറെ ഒന്നും എടുത്തിട്ടില്ല. ശരിയാക്കുന്നു. കപ്പൽ പ്രകൃതിനെ കുറിച്ച് സംസാരിക്കുകയാണ്. നല്ല വ്യൂ ആണ് അങ്ങോട്ട്. മൂത്തച്ഛക്ക് ഒന്നും പറയാൻ കിട്ടുന്നില്ല. ഗായ്സ് ഇവിടെ ഒരു സാധനമുണ്ട്, അതിന്റെ പേരാണത് ഒച്ച്. കണ്ടോളൂ, കണ്ടോ? ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയണമെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരാള് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ദാ ഫോട്ടോഷൂട്ട് ഒരുക്കുന്നു. മായ നിന്നിട്ടുണ്ട്. അപ്പൊ അത് എന്റെ അടുത്തേക്കാണ്. അങ്ങനെ ഞാൻ ഒരു ലോഡ് ഫോട്ടും പിടിച്ചിവിടെ നിൽക്കുന്നുണ്ട്.
നിങ്ങൾക്ക് കാണണമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാമറനെ തിരിച്ചു കാണിച്ചു തരാം. ഗൈസ്, ഞങ്ങളെല്ലാവരും ഓരോ റെയിൻകോട്ട് മേടിച്ചു. പക്ഷേ ആ റെയിൻകോട്ട് മേടിച്ച സംഗതി എന്തായെന്ന് വെച്ചാൽ ഇവിടെ മഴ നിന്നു. പക്ഷെ ഞങ്ങളെല്ലാവരും റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടോ? നമ്മളെ വ്ളോഗ് അതോടുകൂടി വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമ്മളങ്ങനെ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. രാത്രിയായി, ഇരുടായി. നമ്മള് വീട്ടിലേക്ക് അവനവന്റെ കൂട്ടിലേക്ക് പോവാം. ശരി, ബൈ ബൈ. ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഒരു കമന്റ് കൂടി കൊടുത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. ഒക്കെ പറഞ്ഞു ബെൽബട്ടന്നാ ഞാൻ പറഞ്ഞത്. മൂന്നാളെ പോലെ ഞാൻ മാത്രം ഉണ്ടാവുള്ളൂ. അങ്ങനെ ഗൈസ്, ഞങ്ങൾ കക്കാടപ്പോയി. വരവലാവും. ഞാൻ നോക്കിയ 2 മാസം കഴിഞ്ഞിട്ട് എന്തായാലും വരാവും. 2 മാസം കൊണ്ടുള്ളൂ വരാവും. ഞങ്ങൾ ബായ് ബായ് എന്നൊക്കെ പറഞ്ഞതാ. പക്ഷെ ബായ് ബായ് ഞങ്ങൾ എവിടേക്കോ പോയിക്കൊണ്ടുണ്ട്. തടി കുറക്കാൻ പോകുന്ന ആള്. കൊന്നാളെന്നാല് തടി പറയാൻ വേണ്ടി ഞങ്ങള് ലേറ്റ് തന്നെ ഓഫാക്കി കക്കാടപ്പോയി. ഫുഡൊക്കെ ബന്ധായി. അതുകൊണ്ട് ഞങ്ങൾ മഞ്ചാടി കഴിച്ച് ഒപ്പിച്ച്. ഹലോ ഹലോ. കാടേതാ? കാടല്ലത്, ഒരു ജസ്റ്റ് ഒരു ഫോറസ്റ്റ്. കുറച്ചപ്പുറത്ത് ഫോറസ്റ്റിന് മലയാളമല്ല കാട്. ചിലപ്പം ആന വരാൻ ആനി പുലിയുണ്ട്. വയനാട്ടിൽ ഇറങ്ങിയിട്ടില്ലേ തള്ളി 3 കുട്ടികളും കടുവ. അത് ഇവിടുന്നാ വയനാട്ടില് ഇതുണ്ടോ കൂട്ടുകാരി ഒരു തള്ള ഒന്ന് ചാടി കടുവാക്കിടുവ കടുവ മാത്രല്ല പുലിയുണ്ട്. ഞങ്ങളിപ്പോ 2 വരവില് ലാസ്റ്റ് പോകുമ്പോൾ നല്ല വലിയ കൊമ്പന്മാരെ കണ്ടു. പന്നി. ഇവിടുന്ന് വയനാട് ഫോറസ്റ്റ് തന്നെ കാണണം. ഞാനാണെങ്കിൽ എങ്ങനെങ്കിലും പറപ്പിച്ചിട്ട് വിടും. ഏത് 6:30 കഴിഞ്ഞാൽ ഇത് റിസ്ക്കാണ്. നിങ്ങള് തൊട്ടടുത്തുണ്ടാവുക. നല്ല വരവ വന്നു. അതിനാ കാണാൻ പപ്പടം പൊടിക്കുന്നവരാണ്. ഇവരൊക്കെ പേടിപ്പിക്കാണ് ഞങ്ങളാ. അയ്യോ. സൈഡിന്ന് മണ്ണിടിഞ്ഞ് മേലേക്ക് മണ്ണിടിട്ടോ. ഉരുൾപൊട്ടൽ കാടിന് കൂടെ മണ്ണെടുക്കും. സീരിയസ് ആയി ഇതുവരെ വീഡിയോ ആക്കിയിരുന്ന വ്ളോഗർ പേടിയുടെ അറ്റത്തിലേക്ക് എത്തി. അതാരും നടന്നോളൂ. എവിടെ? ദേശം ഗൈസ് എല്ലായിടത്തും വണ്ടി നിർത്തി ഫുഡ് നോക്കി. പക്ഷെ എല്ലായിടത്തും ഫുഡ് ഫുള്ളാണ്. അതുകൊണ്ട് ഫുഡ് ഫുള്ളാണ്. സോറി, ആൾക്കാർ ഫുള്ളത് കിട്ടി എല്ലായിടത്തും. എല്ലായിടത്തും ഫുഡ് കിട്ടാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിയുള്ള വർത്താനം മാത്രം പറയൂ നിങ്ങൾ യൂട്യൂബേഴ്സ്. എന്റെ ബുദ്ധി ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബിൽ പുറത്തു വരുന്നത്. അപ്പൊ നിങ്ങളാരും അതിനൊന്ന് സഹകരിക്കുക. അപ്പൊ ഞങ്ങൾ അടുത്ത സ്ഥലം തെരഞ്ഞുകൊണ്ട് ഏതോ കാട്ട്, നിലമ്പൂർ കാട്ടിന്റെ ഉള്ളിൽ കൂടെ എവിടേക്കൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി എവിടേക്ക് എത്താന്നുള്ള അപ്ഡേറ്റ് ഞാൻ നിങ്ങൾക്ക് തരാം. ബൈ. അങ്ങനല്ല, ഫൈനലി ഞങ്ങൾക്ക് ഫുഡ് കിട്ടി. ഉറങ്ങി ക്ഷീണിച്ചു ആയിരിക്കുന്നു ഫുഡ് കഴിച്ചിട്ടോ. ഫുഡ് കിട്ടില്ല ഗൈസ്. നഷ്ടമായി.
തിരിച്ചു പോവുള്ളൂ. പിന്നെ ഫൈനലി ഗേൾസ് ഞങ്ങൾക്ക് ഫുഡ് കിട്ടിയിരിക്കുന്നു ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കേറാൻ പോവാ. അല്ല ഹസ്ബൻഡ് വണ്ടി തുടങ്ങിയിട്ട് ഇന്നലെ എനിക്കൊരു പൊറോട്ട അങ്ങനെ എല്ലാവരും പള്ളം നിറഞ്ഞിരിക്കുന്നു. പള്ളം നിറഞ്ഞോ? എന്നാൽ അങ്ങനെ വൈൻഡപ്പ്